ഓരോ കൺട്രിക്കും ഓരോ റൂളാണ് മൈഗ്രേഷനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ നോക്കുവാണെങ്കിൽ നമുക്ക് 55 തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ട് കിട്ടണം. സോ ഓസ്ട്രേലിയക്ക് എനിക്ക് മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വിസയും 44 ഇയേഴ്സ് റണ്ണിങ് ആയിട്ടുള്ള ക്ലയൻറ്റിനാണ്. സോ ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഓരോ കൺട്രിക്കും ഏജ് ഓരോ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഏജ് കൂടുന്തോറും നമ്മളുടെ പോയിന്റ്സ് കുറയും, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ലാംഗ്വേജിൽ കൂടുതൽ പോയിന്റ്സ് എടുക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ നമ്മൾക്ക് നാട്ടി എന്ന് പറഞ്ഞ മലയാളം ലാംഗ്വേജ് എഴുതിയാലും 5 പോയിന്റ്സ് കിട്ടും. അങ്ങനെ നമ്മളുടെ സാധ്യതകൾ നമ്മൾ കൂട്ടണം. അങ്ങനെയാണ് ഇത്രയും അധികം സക്സസ് ഈ ഹൈ ഏജിലും കിട്ടുന്നത്. അതായത് ഏജിന്റെ ലിമിറ്റേഷനെ നമുക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട് മറികടക്കാം. എക്സാക്ട്ലി. അത് ഏതൊക്കെയാണ്? ഇപ്പം നേരത്തെ ലാംഗ്വേജ് പറഞ്ഞു, മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? മാരീഡ് ആണെങ്കിൽ സ്പൗസിന്റെ ലാംഗ്വേജ് എടുക്കാം. സ്പൗസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സ്കിൽ അസസ്മെന്റും നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നാട്ടി എന്ന് പറയുന്ന ലാംഗ്വേജ് നേരത്തെ ഇപ്പം മലയാളവും ആക്സെപ്റ്റഡ് ആണ്. നേരത്തെ നാട്ടിക്കകത്ത് മലയാളം ഉണ്ടായിരുന്നില്ല. അപ്പം നാട്ടി മലയാളം എഴുതിയാലും നമുക്ക് 5 പോയിന്റ്സ് കിട്ടും. അങ്ങനെയും നമുക്ക് പോയിന്റ്സ് കൂട്ടാം. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. റീജിയൻ വഴി മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 15 പോയിന്റ്സ് നമുക്ക് റീജിയനിൽ നിന്ന് കിട്ടും. അങ്ങനെയും പോയിന്റ്സ് കൂട്ടാം. കാനഡയ്ക്കും ദർ ആർ മെനി ഏരിയാസ് നമുക്ക് സ്പൗസിൻ്റെ എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് ചെയ്യാം. സ്പൗസിൻ്റെ ലാംഗ്വേജ് എടുക്കാം. അങ്ങനെ നമുക്ക് പോയിന്റ്സ് കൂട്ടി മൈഗ്രേറ്റ് ചെയ്യാം.